തലസ്ഥാനത്ത് 5 ഇടങ്ങളിലായാണ് ഇഡിയുടെ പരിശോധന പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അന്വേഷണ സംഘം ഒരേ സമയം 5 ഇടങ്ങളിലേക്കും എത്തി. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന വാസുവിന്റെ വീട്ടിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരറ്റുള്ള വീട്ടിലേക്കും അതോടൊപ്പം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലേക്കും മുൻ തിരുവാഭരണം കമ്മീഷണർ ബൈജുവിന്റെ വീട്ടിലേക്കുമാണ് മറ്റ് സംഘങ്ങൾ എത്തിച്ചേർന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയ സംഘത്തിന് ആദ്യഘട്ടത്തിൽ വീട് തുറന്നുള്ള പരിശോധന സാധ്യമായില്ല. സഹോദരിയുടെ വീട്ടിലെ പരിശോധന പൂർത്തിയാക്കി സഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയെയും കൂട്ടി വീട്ടിലെത്തിയാണ് വീട് തുറന്ന് പരിശോധന നടത്താനായത്. നിർണായകമായ വിവരങ്ങളാണ് തലസ്ഥാനത്തെ പരിശോധനയിൽ ഇഡി പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തുന്ന പരിശോധനയിൽ 2019 മുതൽ 25 വരെ നടന്ന ക്രമക്കേടുകളും ഇടപെടലുകളും പരിശോധിക്കാനാണ് ഇഡിയുടെ തീരുമാനം. ഒരു വനിതയടക്കം ഇഡിയെ പ്രതിനിധീകരിച്ച് 5 ഉദ്യോഗസ്ഥരാണ് ആറന്മുളയിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയോട് ചേർന്നുള്ള വീട്ടിൽ പുലർച്ചെ 6 മണിക്ക് പരിശോധന തുടങ്ങി. പത്മകുമാറിന്റെ ഭാര്യ, മകൾ, ചെറുമക്കൾ എന്നിവരാണ് വീട്ടിലുള്ളത്. പൂജാമുറി, ഓഫീസ് മുറി എന്നിവിടങ്ങളിലടക്കം നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നതാണ് സൂചന. മുൻ MLAയും CPM നേതാവുമായ എ പത്മകുമാർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന കാലയളവിലാണ് ശബരിമലയിൽ വിവാദമായ നവീകരണ പ്രവർത്തികൾ തുടങ്ങിയത്. SIT അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ പ്രമുഖനും എ പത്മകുമാർ തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ 2 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത്. ഒന്ന്, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായിരുന്ന S ജയശ്രീയുടെ കാക്കനാട്ടെ ഫ്ളാറ്റിൽ 2017 മുതൽ 19 വരെയുള്ള 2 വർഷക്കാലം ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. പിന്നീട് വിരമിക്കും വരെ ഇവർ തിരുവാഭരണം കമ്മീഷണറുമായിരുന്നു. നേരത്തെ മുൻകൂർ ജാമ്യം തേടി ജയശ്രീ കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി വരെ അവർ സമീപിച്ചതാണ്. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന രാജേന്ദ്ര പ്രസാദിൻ്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കേസിൽ ഇദ്ദേഹവും പ്രതിയാണ്. അങ്കമാലിക്കടുത്ത് കോതകുളങ്ങളിലാണ് രാജേന്ദ്ര പ്രസാദിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6:30 കൂടിയാണ് ED സംഘം ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ഒരു വനിതാ ഉദ്യോഗസ്ഥയടക്കം 5 പേരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മുരാരി ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട നോട്ടീസ് ED സംഘം കൈമാറി. അതിനുശേഷമാണ് പരിശോധന തുടങ്ങിയത്. നേരത്തെയും SIT സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായും മുരാരി ബാബുവിൻ്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളൊക്കെ തന്നെ അന്ന് SIT സംഘം പിടിച്ചെടുത്തതാണ്. നിലവിലിപ്പോൾ ED സംഘം പരിശോധിക്കുന്നത് കോട്ടയം ജില്ലയിലെ 3 അമ്പലങ്ങളിൽ, വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര ഉൾപ്പെടെയുള്ള അമ്പലങ്ങളിലൊക്കെ തന്നെ മുരാരി ബാബു സ്പെഷ്യൽ ഓഫീസറായി ഉത്സവ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉള്ളതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ED സംഘം പരിശോധിക്കുകയാണ്. പ്രധാനമായിട്ടുള്ള ഈ വീടിൻ്റെ ഉൾപ്പെടെ നിർമ്മാണം ഉൾപ്പെടെ ED സംഘത്തിൻ്റെ പരിശോധനയിലുണ്ട്. കാരണം 2019 ഏകദേശം 1 വർഷം കൊണ്ടാണ് ഈ കാണുന്ന ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിൻ്റെ വീട്, വളരെ ആഡംബരപൂർണ്ണമായ വീടാണ്, അത് ഇവിടെ പണി കഴിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ആ സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. ചെന്നൈ, ബെല്ലാരി, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് EDയുടെ പരിശോധന നടക്കുന്നത്. രാവിലെ 7 മണിക്കാണ് പരിശോധന ആരംഭിച്ചത്. ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാടക വീട്ടിലാണ് പരിശോധന. അദ്ദേഹത്തിന്റെ പണമിടപാട് സംബന്ധിച്ച രേഖകളെല്ലാം കണ്ടെടുക്കേണ്ടതുണ്ട്. SIT നേരത്തെ ഇവിടെ പരിശോധന നടത്തിയതാണ്. ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഏതാണ്ട് 500 ഗ്രാമോളം സ്വർണം നേരത്തെ ഇവിടെ നിന്ന് SIT റിക്കവർ ചെയ്തിരുന്നു. ഇത് ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ആ സ്വർണം കണ്ടെടുക്കുക പ്രധാന ലക്ഷ്യമാണ്. ചെന്നൈയിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരായി നിന്നിട്ടുള്ളത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവരുടെ സ്ഥാപനത്തിലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും മണിക്കൂറുകളോളം ഈ റെയ്ഡ് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.